ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ കന്നി വീഡിയോ ആണ് കേട്ടോ. ഞാനിതുവരെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി പകുതിയേ ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സവോള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇത്രയും വെജിറ്റബിൾസ് ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഴിമുട്ടയാണ്. ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബ്രെഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ പാനിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ റെസിപ്പീസിനൊക്കെ കുറച്ചും കൂടെ നല്ലത് ഓയിൽ യൂസ് ചെയ്യാണ്. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ഇട്ട് കൊടുത്തു. സവോള ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പകുതി വേവായാൽ മതി. എൻ്റെ പിള്ളേർക്ക് ഇത്രയും കൂടെ വേവിച്ച ഇതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ സവോള പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ സവോള ആയി വരുന്നു. അങ്ങനെ നമ്മൾ സവോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് പൊടിയായിട്ടാട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ അരിയായിരിക്കും നല്ലത്. അപ്പോൾ കുട്ടികൾ തിന്ന് വെജിറ്റബിൾസ് ഒന്നും പെറുക്കി വെക്കില്ല. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാപ്സിക്കം, അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെയും മുട്ടയുടെയും അളവിനനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരുത്താം കേട്ടോ. അങ്ങനെ നമ്മളിതേ ക്യാപ്സിക്കവും ക്യാരറ്റും ഉള്ളിയും കൂടി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. ഇതിൽ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ നോർമലായിട്ട് എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന നോർമലായിട്ടുള്ള മസാലകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലകൾ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിതിവിടെ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്ന കാരണമാണ് 3/4 ടീസ്പൂൺ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് വേണ്ടി ചേർക്കാം. ഇത് പിള്ളേർ കഴിക്കുന്ന കാരണം അവർക്ക് എരിവുണ്ടാവില്ല, എന്നാൽ കളറും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ. വേറെ ഒരു പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും പൊടികളെ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ചിലർ അതിൽ വേറെ ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഇത് ആയാൽ തന്നെ അത്യാവശ്യം നല്ല രുചിയായി. ഇവിടെ ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അങ്ങനെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ ഈ തക്കാളിക്ക് പകരം ചിലർക്ക് ഈ തക്കാളിയുടെ പുളി അത്ര ഇഷ്ടമുണ്ടാവില്ല ഇങ്ങനത്തെ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, 1-2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താലും ഈ രുചി ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളത് പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. നമുക്കിങ്ങനെ തക്കാളി നല്ലോണം ഉടഞ്ഞു വരുമൊന്നും വേണ്ട. വെറുതെ ഇതിൻ്റെ കൂടെ നമുക്ക് ആ വെജിറ്റബിൾസ് കടിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടണം. അതാണ് ഒരു രസം. അങ്ങനെ നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് പാത്രം കഴുകുന്ന കാര്യത്തിൽ കുറേ പേർക്ക് മടിയാണല്ലേ. അങ്ങനെ മടിയുള്ള കൂട്ടത്തിലാണ് ഞാനും ചില സമയങ്ങളിൽ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ ആ മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ആ കോഴിമുട്ട, അപ്പോൾ നമ്മൾ 3 കോഴിമുട്ട എടുത്തിരുന്നല്ലോ, ആ 3 കോഴിമുട്ട ഞാൻ ഇച്ചിരി ഉപ്പും അതുപോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ മുട്ട ഞാൻ അതിലേക്ക് അതിൻ്റെ സൈഡിൽ തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൽ വെച്ചാണ് ഞാൻ ചിക്കി എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ സൗകര്യത്തിന് വേറെ പാനെങ്ങാനും എടുത്തിട്ട് അതിൽ കൊത്തി പൊരിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ വേറെ പാത്രമൊന്നും എടുക്കണില്ല. ഇതേ പാത്രത്തിൽ തന്നെ ഞാനിതിൻ്റെ സൈഡിൽ ഒഴിച്ചിട്ട് പൊരിക്കാൻ കേട്ടോ. ചില നേരത്ത് പാത്രം കഴുകാനൊക്കെ ഇച്ചിരി മടിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും കഴുകാൻ വയ്യ എന്നുള്ള സമയത്ത് നമുക്ക് ഇങ്ങനത്തെ എളുപ്പപ്പണികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നല്ലോണം ചിക്കി വന്നിട്ടുണ്ട്. ആ മസാലയായിട്ട് മിക്സ് ചെയ്തു. ആ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മുടെ ബാലൻസ് വെക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ്. അപ്പോൾ ബ്രെഡ് നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരുന്നല്ലോ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മസാലയിൽ നന്നായി മിക്സായിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഞാനിതേ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഇടുമ്പോൾ തോന്നും മസാല കുറവാണെന്നുള്ളത്. അത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഇതായിരിക്കും. ഇപ്പോൾ ഇത് പുതിയ ഒരു റെസിപ്പിയൊന്നുമല്ല, എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നതായിരിക്കും. റെസിപ്പി ആയിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടേത് ബ്രെഡ് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ മസാലയൊക്കെ ബ്രെഡിൽ നന്നായി പിടിച്ചു, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ. ഇതിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടേത് സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കാണുമ്പോൾ നമ്മൾ വായിക്കാൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.